ട്രേഡിങ്, ഓൺലൈൻ ട്രേഡിങ്, നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയാലും ഇത് ചെയ്യരുത്. ഒരു മനുഷ്യന്റെ എന്ത് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ, പക്ഷെ ഓന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഓന് മെന്റൽ ഹെൽത്ത്, ഓന് ട്രേഡിംഗുകാരൻ ദീർഘായുസ് ഉണ്ടാവില്ല, ഓന് മുമ്പേ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചു, സമാധാനം ഉണ്ടാവും. അപ്പൊ പൈസ കിട്ടുകയാണെങ്കിൽ പോലും ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ഗോള് പൈസ ഉണ്ടാക്കലല്ലോ, ബിസിനസ് സെറ്റ് ചെയ്യുന്നു, അതിലൂടെ നമ്മൾ ലോകത്തിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സിസ്റ്റം ആക്കുന്നു. ആ സിസ്റ്റം പിന്നെ ലോകത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് അതിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ പിന്നെ ജീവിതം ആസ്വദിക്കുന്നു, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കൂടെ. എന്നിട്ട് നമ്മൾ ആ സമ്പത്ത് എടുത്തിട്ട് സമൂഹത്തിലേക്ക് ഇറക്കുന്നു, എന്നിട്ട് സമൂഹത്തെ വേറെ രീതിയിൽ ബിൽഡ് ചെയ്യുന്നു. ആ ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രോസസ് ആണല്ലോ. അതൊന്നും ഇവിടെ സെർവ് ചെയ്യുന്നില്ല. ഇയാളുടെ ആരോഗ്യം പോവും, ഇയാളുടെ മാനസികാരോഗ്യം പോവും, ഇയാളുടെ കുടുംബം പോവും, ഒന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു നഷ്ടക്കച്ചവടമാണ് ഈ ബേസിക്കലി. പൈസ നഷ്ടപ്പെടുക എന്നുള്ളതിലപ്പുറം പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയണേ. പൈസ 90% ആളുകളും പൈസ നഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ പൈസ ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ചെയ്യരുത്, ട്രേഡിങ് ചെയ്യരുത്, ഫോറക്സ് ട്രേഡിങ് ചെയ്യരുത്, ഡ്രഗ് ഡീൽസ്, ഡ്രഗ് യൂസേജ് ചെയ്യരുത്. ഒരു രീതിയിൽ എത്ര പൈസ കിട്ടിയാലും ഡ്രഗിന്റെ തുടരുത്. പിന്നെ മണി ലോണ്ടറിങ് ഉണ്ടല്ലോ, ഇപ്പം മറ്റേ കാലുമലും തുടമ്പലും ഒക്കെ പൈസ വെച്ച് ഞാൻ കുറെ യുവാക്കളെ കണ്ടു. അങ്ങനെ പോലെ ഇവിടെ റബ്ബർ ബാൻഡ് അവിടെ